ഈ വീഡിയോയിൽ മാർജിനൽ കോസ്റ്റിംഗിൻ്റെ കോൺസെപ്റ്റുകൾ, ഇക്വേഷനുകൾ ഒറ്റനോട്ടത്തിൽ നോക്കി പോകാനാണ് ഉദ്ദേശിക്കുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. ഇവിടെ യൂണിറ്റ്സിനുണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് പ്രോഫിറ്റിനുണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഓരോ ടേംസും ഓരോ കോൺസെപ്റ്റും പരസ്പരം കണക്റ്റഡ് ആണ്. നമ്മൾ കോസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. മാർജിനൽ കോസ്റ്റിംഗിൽ ആദ്യമായിട്ട് നോക്കേണ്ടത് വേരിയബിൾ കോസ്റ്റ് എന്താണെന്നും ഫിക്സ്ഡ് കോസ്റ്റ് എന്താണെന്നുമാണ്. ഒരു കമ്പനിക്ക് അതിൻ്റെ കോസ്റ്റുകളെ വേരിയബിൾ കോസ്റ്റ് എന്നും ഫിക്സ്ഡ് കോസ്റ്റ് എന്നും തരംതിരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മാർജിനൽ കോസ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ അവിടെ നടക്കുകയുള്ളൂ. വേരിയബിൾ കോസ്റ്റിൻ്റെ പ്രത്യേകത ഔട്ട്പുട്ടിനുണ്ടാകുന്ന വേരിയേഷൻസിനനുസരിച്ച് കോസ്റ്റും വേരി ചെയ്യും. ഔട്ട്പുട്ട് കൂടുമ്പോൾ വേരിയബിൾ കോസ്റ്റും കൂടുന്നു, ഔട്ട്പുട്ട് കുറയുമ്പോൾ വേരിയബിൾ കോസ്റ്റും കുറയുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ റോ മെറ്റീരിയൽസ്. ഔട്ട്പുട്ട് കൂടണമെങ്കിൽ പ്രൊഡക്ഷൻ കൂടണം, പ്രൊഡക്ഷൻ കൂടണമെങ്കിൽ റോ മെറ്റീരിയൽസ് കൂടുതൽ വേണം. സോ റോ മെറ്റീരിയൽസ് വേരിയബിൾ കോസ്റ്റിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നു. അടുത്തതായിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഫിക്സ്ഡ് കോസ്റ്റ് വേരി ചെയ്യില്ല. ഏത് ലെവലിൽ ഔട്ട്പുട്ട് ആണെങ്കിലും പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും. ഫിക്സ്ഡ് കോസ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഒരു മെഷീനറി വാങ്ങുന്നു, അത് ലോൺ എടുത്താണ് വാങ്ങുന്നത്. ലോൺ എടുത്ത് വാങ്ങിയത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും അതിൻ്റെ ലോൺ റീപേയ്മെൻറ്റ് ഉറപ്പായിട്ടും നടന്നിരിക്കണം. ഏത് ലെവലിൽ ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിച്ചാലും അതിൻ്റെ ലോൺ കൃത്യമായിട്ട് അടച്ചിരിക്കാൻ പറ്റണം. അതുകൊണ്ട് തന്നെ ഈ കോസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വോളിയം, ഇറസ്പെക്റ്റീവ് ഓഫ് പ്രൊഡക്ഷൻ, ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരുടെയും ഇടയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരുന്നു. ആളുടെ പേരാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കമ്പനിക്കുണ്ടാകുന്ന ലാഭം, അതായത് അതിൻ്റെ ഓണേഴ്സിന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ബെനിഫിറ്റ്. ഇവർ മൂന്ന് പേരും കൂടെ ചേരുന്നതാണ് സെയിൽസ്. സെയിൽസ് എന്താണെന്ന് ചോദിച്ചാൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെയിൽസ്. ഇനി ഇതിൽ പ്രത്യേകമായിട്ട് ഫിക്സ്ഡ് കോസ്റ്റിനും പ്രോഫിറ്റിനും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഇവർ രണ്ടും ഒരു ടീമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കാരണം എന്താണെന്ന് ഇതിനോടകം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വേരിയബിൾ കോസ്റ്റ് ഉണ്ടാകുന്നത് എപ്പോഴും പ്രൊഡക്ഷൻ നടന്നാൽ മാത്രമാണ്, ഔട്ട്പുട്ട് ഉണ്ടായാൽ മാത്രമാണ്. പക്ഷേ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ പ്രത്യേകത അതല്ല. ഫിക്സ്ഡ് കോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിലും ഉണ്ടാകും. ആ നിലയ്ക്ക് പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് നമ്മളെ സംബന്ധിച്ച് ഒരു നഷ്ടമായിട്ട് വരും. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് പോകാം. അവിടെ ലോൺ നമുക്ക് തിരിച്ചടയ്ക്കേണ്ടതുണ്ട്. ഈ ലോൺ പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിലും തിരിച്ചടയ്ക്കണം. പ്രൊഡക്ഷൻ നടക്കാത്ത സാഹചര്യത്തിൽ ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കുന്ന ഇങ്ങനെ ആകും: ആ ലോൺ തിരിച്ചടയ്ക്കാനുള്ള സെയിൽസ് എങ്കിലും നടന്നിരുന്നെങ്കിൽ. അങ്ങനെ ലോൺ തിരിച്ചടയ്ക്കാനുള്ള സെയിൽസ് കിട്ടിയാൽ, ഫിക്സ്ഡ് കോസ്റ്റിന് ഉള്ള സെയിൽസ് കിട്ടിയാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നഷ്ടം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. നഷ്ടം ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ അതിനെ പറയാം. അതുകൊണ്ട് ഇവർ രണ്ടുപേർക്കും ഒരു സിമിലർ നേച്ചറാണ്. ഫിക്സ്ഡ് കോസ്റ്റ് ഒരു പ്രോഫിറ്റിൻ്റെ ആംഗിളിൽ നമ്മൾ കാണുന്നു, അതുപോലെ തന്നെ പ്രോഫിറ്റിനെയും. മാർജിനൽ കോസ്റ്റിൻ്റെ ആംഗിളിൽ ഫിക്സ്ഡ് കോസ്റ്റിനും പ്രോഫിറ്റിനും ഒരേ നേച്ചറാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും ചേർത്ത് ഒരു ടീം ആക്കുകയാണ്. ആ ടീമിൻ്റെ പേരാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സോ വേരിയബിൾ കോസ്റ്റിൻ്റെ കൂടെ കോൺട്രിബ്യൂഷനൂടെ ആഡ് ചെയ്താൽ നമുക്ക് സെയിൽസ് കിട്ടും. ഇതാണ് നമ്മളുടെ മറ്റൊരു ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മറ്റു പല ഇക്വേഷൻസും കണ്ടുപിടിക്കാൻ പറ്റും. വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോൺട്രിബ്യൂഷൻ എന്ന ഈ മാജിക്കൽ എലമെൻറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന PV റേഷ്യോ ആണ്. PV റേഷ്യോ ബന്ധപ്പെട്ടിരിക്കുന്നത് ഈ സെയിൽസും കോൺട്രിബ്യൂഷനുമായിട്ടാണ്. PV റേഷ്യോയുടെ ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നാണ്. ഇതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ സെയിൽസിൻ്റെ എത്ര ഭാഗമാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുകയാണ്. PV റേഷ്യോയുടെ ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ സെയിൽസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. സെയിൽസ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ PV റേഷ്യോ. കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. PV റേഷ്യോയുടെ എക്സാമ്പിൾ നോക്കാം. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ് PV റേഷ്യോ എന്ന് നമുക്കറിയാം. 100 rupees സെയിൽസ് ഉള്ള ഒരു കമ്പനിയിൽ
40 റുപ്പീസ് കോൺട്രിബ്യൂഷൻ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ, ആ കമ്പനിയുടെ PV റേഷ്യോ 40% ആയിരിക്കും. ഇങ്ങനെ 40% PV റേഷ്യോ ആയിട്ടുള്ള ആ സെയിം കമ്പനി അതിൻ്റെ സെയിൽസ് 20,000 ആക്കുകയാണെന്നുണ്ടെങ്കിൽ, അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് 5,000 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആ കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രോഫിറ്റും കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിന് PV റേഷ്യോയുടെ മാത്രം സഹായം മതി. PV റേഷ്യോ 40% ആണ്, സെയിൽസ് 20,000 ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. സെയിൽസ് ഇൻറ്റു PV റേഷ്യോ, കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് ഇൻറ്റു PV റേഷ്യോ. 20,000 into 40%, that will be 8,000. 8,000 ആയിരിക്കും കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ. ഫിക്സ്ഡ് കോസ്റ്റ് 5,000 ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് നമുക്കറിയാം. സോ ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള 5,000 പ്ലസ് P ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ 8,000 എന്ന് നമുക്കറിയാം. സോ P വിൽ ബി 3,000, പ്രോഫിറ്റ് 3,000 ആയിരിക്കും. നമ്മൾ നോക്കിയ ഒറ്റ എക്സാമ്പിളിൻ്റെ പശ്ചാത്തലത്തിൽ ഇതുവരെ പഠിച്ചതിനെ മുഴുവൻ ഒന്ന് റിവൈസ് ചെയ്യാൻ പോവാണ്. PV റേഷ്യോ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നറിയാം. അത് 40% ആണ്. സെയിൽസ് 20,000 എന്ന് നമുക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ കോൺട്രിബ്യൂഷൻ 8,000 ആകും. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചത് സെയിൽസ് ഇൻറ്റു PV റേഷ്യോ 20,000 ഇൻറ്റു 40%, ദാറ്റ് ഈസ് ഈക്വൽ ടു 8,000. അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് 5,000 ആണെന്ന് അറിയായിരുന്നു. അങ്ങനെയെങ്കിൽ പ്രോഫിറ്റ് 3,000 ആകും. അങ്ങനെ കോൺട്രിബ്യൂഷൻ 8,000 ആണെന്ന് അറിയാമെങ്കിൽ, സെയിൽസ് 20,000 ആണെന്ന് അറിയാമെങ്കിൽ, നമുക്ക് വേരിയബിൾ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ ആണ്. വേരിയബിൾ കോസ്റ്റ് 20,000 മൈനസ് 8,000 വിൽ ബി 12,000. അതാണ് നമ്മളുടെ വേരിയബിൾ കോസ്റ്റ്. ഇനി 20,000 ഉണ്ടായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, 12,000 ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റും പ്ലസ് 5,000 ഫിക്സ്ഡ് കോസ്റ്റും 3,000 പ്രോഫിറ്റും ചേർന്ന് കോൺട്രിബ്യൂഷൻ 8,000. ആ 8,000 എന്ന് പറഞ്ഞാൽ 20,000ൻ്റെ 40% ആണ്. അതാണ് PV റേഷ്യോ. ഇനി നമ്മൾ ബ്രേക്ക് ഈവൻ ആണ് നോക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഫിക്സ്ഡ് കോസ്റ്റിനെ പറ്റി. പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും ഫിക്സ്ഡ് കോസ്റ്റ് നമ്മളെ സംബന്ധിച്ച് നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ നഷ്ടം ഒഴിവാക്കി കിട്ടണം. അതിനായിട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് എങ്കിലും തിരികെ കിട്ടണം. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ആ ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടി വരുന്ന പ്രൊഡക്ഷൻ്റെ വേരിയബിൾ കോസ്റ്റ്, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ബ്രേക്ക് ഈവൻ ആകുന്നത്. ബ്രേക്ക് ഈവൻ നമുക്ക് സെയിൽസ് എമൗണ്ടിലും യൂണിറ്റിലും പറയാൻ സാധിക്കും. ആദ്യം നമ്മൾ സെയിൽസിൽ പറയുകയാണ്. എമൗണ്ട് ഓഫ് ബ്രേക്ക് ഈവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ എന്നാണ്. കോൺട്രിബ്യൂഷൻ അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റിലെ പ്രത്യേകത, അവിടെ നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കൂ. ഒരിക്കലും ബ്രേക്ക് ഈവനിൽ പ്രോഫിറ്റ് ഉണ്ടാകില്ല. അതാണ് ഈ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ. മുമ്പ് ചെയ്ത അതേ പ്രോബ്ലത്തിൻ്റെ സഹായത്തോടെ ഈ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കിയാണ്. അവിടെ PV റേഷ്യോ 40% ആയിരുന്നു. ഫിക്സ്ഡ് കോസ്റ്റ് 5,000 ആയിരുന്നു. സോ ബ്രേക്ക് ഈവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ 5,000 ഡിവൈഡ് ബൈ 40%, ദാറ്റ് ഈസ് ഈക്വൽ ടു 12,500. ഈ സിറ്റുവേഷൻ്റെ പ്രത്യേകത, ഇവിടെ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. നേരത്തെ ചെയ്ത ഈ പ്രോബ്ലവും ഇപ്പോൾ കിട്ടിയ ബ്രേക്ക് ഈവൻ സെയിൽസിലെ ഈ എമൗണ്ടും തമ്മിൽ ചേർത്ത് വായിച്ചപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. അടുത്തതായി ബ്രേക്ക് ഈവൻ യൂണിറ്റ് ആണ്. ബ്രേക്ക് ഈവൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് എന്നൊരു സിറ്റുവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര യൂണിറ്റ്സ് വിൽക്കണം എന്ന് പറയുന്നതാണ് ബ്രേക്ക് ഈവൻ യൂണിറ്റ്സ്. അതിൻ്റെ ഇക്വേഷൻ ബ്രേക്ക് ഈവൻ സെയിൽസ് ഡിവൈഡ് ബൈ സെല്ലിംഗ് പ്രൈസ് ആണ്. മറ്റൊരു ഇക്വേഷൻ ഉള്ളത് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഇതുവരെ ചെയ്തുകൊണ്ട് വന്ന ഈ പ്രോബ്ലത്തിൻ്റെ തന്നെ അടിസ്ഥാനത്തിൽ നമ്മൾ ബ്രേക്ക് ഈവൻ യൂണിറ്റിനെയും കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഈ പ്രോബ്ലത്തിലേക്ക് സെല്ലിംഗ് പ്രൈസ് 10 റുപ്പീസ് എന്നുകൂടി ഞാൻ ആഡ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ബ്രേക്ക് ഈവൻ യൂണിറ്റ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് ബ്രേക്ക് ഈവൻ സെയിൽസ് എത്രയാണെന്ന് നമുക്കറിയാം, 12,500. നമ്മൾ പറഞ്ഞതനുസരിച്ച് സെല്ലിംഗ് പ്രൈസ് 10 റുപ്പീസ് ആണ്. സോ ബ്രേക്ക് ഈവൻ യൂണിറ്റ് 1,250 എന്ന് വരും. ബ്രേക്ക് ഈവൻ യൂണിറ്റിന് മറ്റൊരു ഇക്വേഷനാണ് ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. നമുക്ക് ഇതേവരെ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അറിയില്ല, പക്ഷേ കണ്ടുപിടിക്കാൻ സാധിക്കും. കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ്റെ അതേ ഇക്വേഷനിൽ സെയിൽസ് എന്നുള്ളിടത്ത് സെയിൽസ് പെർ യൂണിറ്റ് ഇൻറ്റു PV റേഷ്യോ എന്നാക്കിയാൽ മതി.
അങ്ങനെയെങ്കിൽ പെർ യൂണിറ്റ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 10 ഇൻറ്റു PV റേഷ്യോ ആയിട്ടുള്ള 40% ഇൻറ്റു ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ 4 റുപ്പീസ് എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയെങ്കിൽ ഈ സെയിം പ്രോബ്ലം ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ഒന്ന് ചെയ്തു നോക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്ക് അറിയാം 5000 റുപ്പീസ്. കോൺട്രിബ്യൂഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 4 റുപ്പീസ്. സോ ബ്രേക്ക് ഇവൻ യൂണിറ്റ് ഈസ് ഈക്വൽ ടു 5000 ഡിവൈഡ് ബൈ 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 1250. രണ്ട് ആൻസറും സെയിം ആയി വന്നിരിക്കുന്നു. ഇനി നമ്മൾ നോക്കുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന കോൺസെപ്റ്റ് ആണ്. മാർജിൻ ഓഫ് സേഫ്റ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വാക്കിൽ നിന്ന് തന്നെ, സേഫ്റ്റി എന്ന വാക്കിൽ നിന്ന് തന്നെ അത് നമുക്ക് ഊഹിച്ചെടുക്കാം. എത്രത്തോളം നമ്മൾ സേഫ് ആണ്, എത്രത്തോളം സേഫായ മാർജിൻ നമുക്കുണ്ട്. എപ്പോഴാണ് സേഫ് ആവുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോൾ നമുക്ക് നമ്മളുടെ നഷ്ടം ഒഴിവായി കിട്ടുന്നോ അപ്പം മുതൽ നമ്മൾ സേഫായി തുടങ്ങും. അതായത് നമ്മളുടെ നഷ്ടം ഒഴിവായ പോയിന്റ് ആണ് ബ്രേക്ക് ഇവൻ സെയിൽസ്. അവിടെ നോ പ്രോഫിറ്റ് നോ ലോസ്, അവിടെ നഷ്ടം നമുക്ക് ഒഴിവായി കിട്ടി. അത് കഴിഞ്ഞിട്ട് എത്ര സെയിൽസ് നടക്കുന്നു അതിനെയാണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ സെയിൽസിൽ നിന്ന് നഷ്ടം ഒഴിവാക്കാൻ ആവശ്യമായ സെയിൽസ് കുറച്ചാൽ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. മറ്റൊരു ഇക്വേഷൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ ആണ്. ബ്രേക്ക് ഇവൻ സെയിൽസിൽ നമ്മൾ നഷ്ടം ഒഴിവായ കഥ പറഞ്ഞു. അതായത് പ്രൊഡക്ഷൻ നടന്നാലും പ്രൊഡക്ഷൻ നടന്നില്ലെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഫിക്സ്ഡ് കോസ്റ്റ് എന്ന നഷ്ടത്തെ ബ്രേക്ക് ഇവനിൽ നമ്മൾ ഒഴിവാക്കി. ആ നഷ്ടം ബ്രേക്ക് ഇവനിൽ തീർന്നത് കൊണ്ട് തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റിയിൽ ഇനി പ്രോഫിറ്റ് മാത്രമേ കാണൂ. സോ അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ ഇക്വേഷൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ ആയത്. ഒന്ന് നോക്കിയേ, ബ്രേക്ക് ഇവൻ സെയിൽസിലെ ഇക്വേഷൻ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ ആയിരുന്നു. ഇനി നമുക്ക് ഇതുവരെ ചെയ്തു വന്ന പ്രോബ്ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാം. സെയിൽസ് നമുക്ക് അറിയാം, അത് 20,000 ആണ്. ഒന്നാമത്തെ ഇക്വേഷനിൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് ആണ്. ബ്രേക്ക് ഇവൻ സെയിൽസ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് ഈ കാണുന്ന 12,500 ആണ്. അതുകൊണ്ട് തന്നെ മാർജിൻ ഓഫ് സേഫ്റ്റി 7,500 ആയിട്ട് വരുന്നു. അടുത്ത ഇക്വേഷൻ നമുക്ക് ഉപയോഗിച്ച് നോക്കാം. പ്രോഫിറ്റ് നമ്മൾ നോക്കിയിരുന്നത്, നേരത്തെ കിട്ടിയിരുന്നത് 3,000 ആയിരുന്നു. ആ 3,000 ഡിവൈഡ് ബൈ PV റേഷ്യോ ആയിട്ടുള്ള 40%, അതിൻ്റെയും ആൻസർ 7,500 എന്ന് തന്നെ വരുന്നു. ഇതുവരെ പറഞ്ഞു പോയതിൽ നിന്ന് സെയിൽസിന് പുതിയൊരു ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ്. സെയിൽസ് 20,000 ആണെന്ന് നമുക്കറിയാം. അത് ബ്രേക്ക് ഇവൻ സെയിൽസ് പ്ലസ് മാർജിൻ ഓഫ് സേഫ്റ്റി ചേരുന്നതാണ്. അഥവാ ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ പ്ലസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ PV റേഷ്യോ ചേരുന്നതാണ്. ദാറ്റ്സ് ഈക്വൽ ടു 12,500 പ്ലസ് 7,500. എപ്പോഴും ഒരു കമ്പനി ശ്രമിക്കുക എപ്പോഴും മാർജിൻ ഓഫ് സേഫ്റ്റി കൂടി നിർത്താനാണ്. ആ സാഹചര്യത്തിലാണ് പ്രോഫിറ്റ് കൂടുതൽ കിട്ടുന്നത്. എപ്പോഴൊക്കെ മാർജിൻ ഓഫ് സേഫ്റ്റി കുറയുന്നോ അപ്പോഴൊക്കെ സെയിൽസ് ബ്രേക്ക് ഇവൻ സെയിൽസിനോട് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്തുകൊണ്ടിരുന്നാൽ പ്രോഫിറ്റ് കുറയും. എപ്പോൾ ബ്രേക്ക് ഇവൻ സെയിൽസിന് താഴെ പോകുന്നോ അപ്പോൾ മുതൽ ലോസ് ആരംഭിക്കും. PV റേഷ്യോയുടെ മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. അതെങ്ങനെയാണ്? ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻക്രീസ് ഇൻ സെയിൽസ് ഇൻറ്റു 100. ഓർത്തിരിക്കുക, ഇവിടുത്തെ ഫിക്സ്ഡ് കോസ്റ്റ്, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നിവയ്ക്ക് ഒന്നിനും മാറ്റമില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സാധാരണഗതിയിൽ ഫിക്സ്ഡ് കോസ്റ്റിന് അങ്ങനെ മാറ്റം വരാൻ സാധ്യതയില്ല. കാരണം ഷോർട്ട് റണ്ണിലാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഒരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, എപ്പോഴൊക്കെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ്, വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ചേഞ്ച് വരുന്നു അപ്പോഴൊക്കെ PV റേഷ്യോ മാറും. പുതിയ PV റേഷ്യോ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഇനി നോക്കുന്നത് സെയിൽസ് ടു ആൻഡ് ഡിസൈഡ് പ്രോഫിറ്റ് എന്നൊരു പാർട്ടാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പ്രോഫിറ്റ് അത് കിട്ടണമെങ്കിൽ എത്രമാത്രം സെയിൽസ് നടത്തണം. സെയിൽസ് കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ഉപയോഗിച്ച അതേ ഇക്വേഷൻ ആണ് ഇവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത്. സെയിൽസ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ PV റേഷ്യോ. കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഫിക്സ്ഡ് കോസ്റ്റ് ആണ്, മറ്റൊന്ന് പ്രോഫിറ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റും പ്രോഫിറ്റും ചേർന്നതാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സെയിൽസ് ടു ആൻഡ് ഡിസൈഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷനിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. അതിതാണ്, പ്രോഫിറ്റിൻ്റെ ഭാഗത്ത് ഇനി മുതൽ ഡിസൈഡ് പ്രോഫിറ്റ് എന്ന് എഴുതിയിരുന്നാൽ മതി.
അപ്പോൾ നമുക്ക് സെയിൽസ് ആൻഡ് ഡിസൈഡ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനായി ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഫിക്സ്ഡ് കോസ്റ്റ് നമുക്കറിയാം 5000, പി വി റേഷ്യോയും നമുക്കറിയാം 40%. ഡിസൈഡ് പ്രോഫിറ്റ് ഇതുവരെ നമുക്ക് 3000 ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി മുതൽ നമ്മൾ ആഗ്രഹിക്കുകയാണ് 8000 നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് വരണം. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എഴുതാം. ഫിക്സ്ഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് 5000 plus 8000 ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ദാറ്റ് ഈസ് ഈക്വൽ ടു 40%. ആൻസർ നമുക്ക് 32,500 എന്ന് വരും. ഇതാണ് നമ്മളുടെ ഡിസൈഡ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെയിൽസ്. അവസാനമായി ഇവിടെ ചെയ്ത ഈ ഒരു പ്രോബ്ലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പി വി റേഷ്യോ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് പി വി റേഷ്യോ കണ്ടുപിടിക്കാം. ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻക്രീസ് ഇൻ സെയിൽസ്. ആദ്യത്തെ സെയിൽസ് നമുക്ക് 20,000 ആയിരുന്നു. രണ്ടാമത് ആ സെയിൽസ് 32,500 ആക്കി. ദെൻ ആ സമയത്ത് ആദ്യം പ്രോഫിറ്റ് 3,000 ആയിരുന്നു. നമ്മൾ പിന്നീട് 8,000 വേണമെന്ന് ആഗ്രഹിച്ചു. നമ്മുടെ പ്രോഫിറ്റ് 8,000 ആയി മാറി. സോ ഇൻക്രീസ് സംഭവിച്ചത് സെയിൽസിനകത്ത് 12,500ഉം പ്രോഫിറ്റിനകത്ത് 5,000ഉമാണ്. ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ഇൻക്രീസ് ഇൻ സെയിൽസ് ഇൻറ്റു 100 എന്ന ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പി വി റേഷ്യോ 5,000 ഡിവൈഡ് ബൈ 12,500 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 40%. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി കാണും. തുടക്കം മുതൽ ഒടുക്കം വരെയും പരസ്പരം കണക്റ്റഡ് ആയിട്ട് പോകുന്ന കാര്യങ്ങളാണിത്. അതുകൊണ്ട് തന്നെ ഈ പഠിച്ച കോൺസെപ്റ്റിൽ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ ഒന്നുമില്ല. ഇത്രയും പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാമെങ്കിൽ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏതൊരു ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ സാധിക്കും. ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒന്നിലധികം തവണ പ്രാക്ടീസ് ചെയ്യുന്നത് കോൺസെപ്റ്റ് ആഴത്തിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. താങ്ക് യു.